എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് 3D എക്സ്പീരിയൻസ് എല്ലാം സൂപ്പറായിരുന്നു. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഞെട്ടി നല്ല അടിപൊളിയായിരുന്നു. 3D സൂപ്പറായിരുന്നു. എല്ലാം ഭയങ്കര നൈസായിരുന്നു. നമ്മൾ എല്ലാം ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി അടുത്തതിന് എക്സ്പെക്റ്റ് ഒക്കെ ചെയ്യും. അങ്ങനത്തെ ലൈക്ക് കളയാതെ എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ലൈക്ക് ആദ്യത്തെ തൊട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫുൾ നമുക്ക് കിട്ടും. എനിക്ക് വണ്ണാണ് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിരുന്നു. പിന്നെ തായ്ലങ് തിരിച്ചു വന്നുകൊണ്ട് ആ ഒരു വൈബ് കിട്ടി ഫസ്റ്റത്തെ മൂവീൻ്റെ. പക്ഷേ എനിക്ക് പേഴ്സണലി വണ്ണാണ് ഇഷ്ടപ്പെട്ടത്. അതിൽ ഡെഫിനറ്റ് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അല്ല, ഇത് ഫസ്റ്റിൻ്റെ അത്ര മൂവി ഇത് ഫോർത്ത് വന്നിട്ടില്ല. ഇപ്പോൾ 4 മൂവി എടുത്ത് നോക്കിയാൽ എനിക്ക് വണ്ണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി കണ്ടതാണല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി വണ്ണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മൂവിയാണ്, നല്ല 3D എഫക്റ്റ് ഉണ്ട്, നൈസ് മൂവിയാണ്. പഴയ പാർട്ടിൻ്റെ കൂട്ട് തന്നെ ഒരിതുണ്ട്. 3D എഫക്റ്റ് സൂപ്പറാണ് ഇവിടെ കാണാൻ. പഴയ മൂവിയുടെ അതേ ഇതുണ്ട്. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു ക്ലാസിക് സാധനം പ്രതീക്ഷ കിട്ടിയില്ല. ഇതൊരു ഇതൊരു അബ്സോർബിങ് മൂവ്മെൻ്റ് ആയിട്ട് തോന്നി. വില്ലനിസമൊക്കെ നമുക്ക് സത്യം പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോമിൽ വേറൊരു ഫോമിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷനാണ് സത്യം പറഞ്ഞാൽ കാണിക്കുന്നത്. ഫസ്റ്റിലെ വില്ലൻ കണ്ടവരാണല്ലോ ഫസ്റ്റ് പാർട്ട്. തായ്ലങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക് വില്ലനീസിൻ്റെ സത്യം പറഞ്ഞാൽ ഷെയ്ഡ് ഔട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ആനിമേഷൻ ഫോമിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചൈൽഡിൽ നിന്ന് നമുക്ക് അഡൾട്ട് ഏജ് വരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ചിരിച്ചു. പക്ഷേ ചിരിക്ക് പുറമെ ഇവർ ഐഡിയ വെച്ചിരിക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. അതായത് ചൈനീസിനായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഒരു വയലൻസ്, സത്യം പറഞ്ഞാൽ വയലൻസ് അറ്റ്മോസ് ലെവലിൽ എക്സഗ്രേഷൻ ചെയ്ത് വയലൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ വില്ലനിസം, എന്താ പറയുക, അതിൻ്റെ ഒരു ബിട്രയൽ മൂവ്മെൻറ്റ്, അത് ചതി വഞ്ചനത്തുള്ള എലമെൻറ്റ്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഒരു ആനിമേഷൻ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫസ്റ്റിൻ്റെ അത്ര ഫോർത്തിനോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അത്രേ മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 3D ആണ്. അതുപോലെ 3D ആണ്. പക്ഷേ 3D സത്യം പറഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു. 2D അകത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കൊള്ളാം, സാധനം കൊള്ളാം, പക്കയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, നൈസ്. വലിയ കുഴപ്പമില്ല. ആദ്യത്തെ 3 പാട്ടിൻ്റെ അത്ര ഇല്ല, എന്നാലും നല്ലൊരു പടമാണ്. പക്ഷേ ഫൈറ്റും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ് ആക്കായിരുന്നു. പണ്ടത്തെ ഒരു ഫീൽ കിട്ടും. നമ്മളൊക്കെ പഴയ സീരീസെല്ലാം ടി വിയിലും കാര്യങ്ങളും കണ്ടതാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എക്സ്പെക്ടേഷൻ നോക്കുകയാണെങ്കിൽ 3D കാര്യങ്ങളും ടെക്നിക്കലും എല്ലാം ഓക്കെയാണ്. പക്ഷേ സ്റ്റോറി കുറച്ചുകൂടെ ഇതാക്കായിരുന്നു. ഫൈറ്റും കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നു. ബാക്കിയൊക്കെ എല്ലാം ലൈക്ക് ഒരു നോർമലുള്ള ഒരു ഡൗൺഫാൾ. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ അപ്പേ വരുന്നു. പിന്നെ പുതിയ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ അടുത്ത ലെവലിലോട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ റൈസപ്പും എല്ലാം ഉണ്ട്. അത് നൈസായിരുന്നു, സൂപ്പറായിരുന്നു. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കൊള്ളാം, നൈസായിരുന്നു. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാൻ സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല, നൈസായിരുന്നു. ഓക്കെ.